ഇത്തവണ എങ്ങോട്ടാ കുരിച്ച് യാത്ര? ഇത്തവണ ദൂരെ ദൂരെ ഒരു ദിക്കിൽ അങ്ങ് കടൽ കടന്നുള്ള അറേബ്യൻ കടൽ കടന്നുള്ള ആ ദിക്കിൽ ദുബായിലേക്ക് പോവാം. ദുബായ്, ഷാർജ, അബുദാബിയിലേക്ക് തന്നെ പോരാ. അവിടെ എന്താ അത്ര പ്രത്യേകതയുള്ളത്? ഈ നാട് മൊത്തം നമ്മുടെ അല്ലേ, ഭൂമി മൊത്തം നമ്മുടെ അല്ലേ. അപ്പോൾ നാടിന് എന്താ പ്രത്യേകത? നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ പോയല്ലേ ഈ നാടിനെ സുന്ദരമാക്കിയത്. നമ്മുടെ നാട്ടിലേക്കുള്ള വരുമാനമൊക്കെ എവിടുന്നാണ് വന്നത്? ഇന്ന് ഈ കേരളം എത്ര സുന്ദരമായി കാണപ്പെടുന്നതിന് കാരണം എന്താ? പ്രവാസികളുടെ അധ്വാനമല്ലേ. അവരല്ലേ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഈ നാടിനെ എത്ര സമ്പൽ സമൃദ്ധമാക്കിയത്. മറ്റു സ്റ്റേറ്റുകളൊക്കെ കഷ്ടപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും നമ്മൾ മലയാളികൾ, നമ്മുടെ പ്രവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ പോയി എന്ത് അധ്വാനിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് എന്നാലേ നമ്മുടെ ഈ നാടിനെ ഇത്ര സുന്ദരമാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. സർക്കാർ കൊണ്ട് മാത്രമല്ലല്ലോ, അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ സംഭാവന കൊണ്ടുമല്ലേ ഈ നാടിന് സുന്ദരമായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഐ ലവ് ദുബായ്. ഇതിനു മുമ്പ് അങ്ങ് ദുബായിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഒരു മാസം ദുബൈയിലും ഷാർജയിലൊക്കെ ആയിട്ട് താമസിച്ചതിന് മുമ്പ്. അല്ലാതെ നമ്മുടെ പുസ്തകം എഴുതുന്ന അവിടെ വെച്ചാണ്. അതിൻ്റെ എഴുതുക എന്ന് വെച്ചാൽ ഏകദേശം കംപ്ലീഷനിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ വെച്ചാണ്. സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആൾക്കാർക്ക് എല്ലാം ലോങ് ഫേസാണ്. എല്ലാം ഉണ്ട് അവിടെ. നല്ല പച്ചക്കറികൾ, ഇത് ഫ്രഷാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാൾ ശുദ്ധമായ പച്ചക്കറികൾ, ആഹാര സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ ആ സന്തോഷം കുട്ടികളിൽ പോലും അത് കാണപ്പെടുന്നില്ല. ആ സന്തോഷത്തെ നമുക്ക് പ്രചരിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നിന്നും. അവിടെ നിന്ന് ഇങ്ങോട്ട് സമ്പത്ത് ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സന്തോഷത്തെ എക്സ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഒന്ന് പോയി വരാം. നമ്മുടെ കുറേ കുട്ടികളുണ്ടല്ലോ അവിടെ, എല്ലാവരും ഒന്ന് കണ്ട് എല്ലാവരുമായിട്ടൊന്ന് ഇതിലിട്ട് വരാം. ഒരു മാസം ഞാൻ വരാം. ശരി. മനസ്സിനെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ സ്വഭാവം ഒട്ടിപ്പിടിക്കാന്നുള്ളതാണ്. അങ്ങനെ ഈ ശരീരം പോലും ഉണ്ടാവുന്ന എൻ്റെ ലെയറുകൾ ഊർജ്ജത്തിന് ലെയറുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു ഫിസിക്കൽ ഫോമാവും, ട്രാൻസ്പെറൻസി ഇല്ലാവും. അങ്ങനെ ആ ശരീരം ഉണ്ടാവുന്നത് അതിസൂക്ഷ്മമാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ ഒരു സ്വഭാവം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അതിന് എത്ര കണ്ട് ഒട്ടിപ്പിടുത്തത്തിൽ നിന്ന്, അതായത് ഈ ലെയർ ഉണ്ടാകുന്നതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അധ്യാത്മ സാധന. മനസ്സ് എത്ര കണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത്, അതായത് ഈ വിശ്വ മനസ്സുകൊണ്ട് എത്ര കണ്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ ഫ്രീ ആവും. അല്ലെങ്കിൽ ഈ ശരീരമാകുന്ന ബന്ധനത്തിൽ നമ്മൾ പെട്ടുപോകും. ശരീരം എന്ന് വെച്ചാൽ എന്താ? ഈ കാണപ്പെടുന്ന ആഹാരം, പലവിധ വസ്തുക്കളെല്ലാം ഇത് സൂക്ഷിച്ചിരിക്കില്ലേ, സ്റ്റോറേജ് ചെയ്തിരിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ, ഈ ശൂന്യത്വത്തിൽ ഈ കാണപ്പെടുകയാണ് ഈ ശരീരം. ഇത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. ഇതിലൂടെ പ്രകാശം കടന്നു പോകാത്ത കൊണ്ട് തന്നെ ഇത് കാണപ്പെടുന്നു. അങ്ങനെയല്ലേ? ഇരുട്ടിൻ്റെ തമോ രൂപമാണ് ഈ ശരീരം. ഇതിനകത്ത് ചലനരൂപമായ രജോരൂപമായ മനസ്സുണ്ട്. അതിൻ്റെ ശുദ്ധരൂപമായ ബുദ്ധി, സത്വ ഭാവം ഉണ്ട്. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ വശീകരിക്കുക, വശത്താക്കി ഈ പറയുന്ന തമോ രൂപമായ ശരീരത്തെ ഉപയോഗപ്പെടുത്തുക. ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഒന്നും പരസ്പരം കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല അവിടെ. എല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന പോലും ശരിയാവില്ല. ആ മനസ്സിനെ ഈ ഒറ്റപ്പെടുത്തലിൽ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രസാധനയുടെയൊക്കെ പ്രാധാന്യം തന്നെ. മന്ത്രം കൊണ്ട് മനനാൽ പ്രായതേരി മന്ത്രമാണ്. ആ ഒറ്റപ്പെടുത്തൽ വെച്ച് ഏകതത്വത്തിലേക്ക്, ആ സാക്ഷി തത്വത്തിലേക്ക് നമുക്ക് ലയിച്ചിരുന്ന് ബോധപൂർവം ജീവിക്കാനുള്ള അഭ്യാസമാണ് മന്ത്രസാധന. അതിനെ പക്ഷേ ഹൃദയത്തിനുള്ളിരുന്ന ആ പ്രേമമില്ലെങ്കിൽ, ആ ആനന്ദമില്ലെങ്കിൽ, ആ ശാന്തി അനുഭവത്തിൽ ഉറച്ചിരുന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താർത്ഥം? ശാന്തി ഇല്ലാതെ എന്താ സുഖം? ശാന്തി, പ്രേമം, ആനന്ദം, ഇത് തന്നെയല്ലേ ജീവിതത്തിൽ സുഖം. ബാക്കി എന്തൊക്കെ നേടിയാലും ആത്യന്തികമായിട്ട് ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് ഇതിൽ ജീവിച്ചില്ലെങ്കിൽ എന്താണ് അധ്യാത്മ ജീവിതം? ഇതിനെയല്ലേ അധ്യാത്മം, അവനവനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത്. എത്ര സരളമാണ്, പക്ഷേ മനസ്സിലാക്കാൻ എത്ര കഠിനവും. അങ്ങനെയല്ലേ? രാം. മഹാരാജ്, മനസ്സിങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ പക്ഷെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അവിടെ കോൺസെൻട്രേഷൻ ആവശ്യമില്ലേ? അത് ശരിയാണ്.
മനസ്സിനെ ഏകീകരിക്കാൻ നമുക്കൊന്നും നേടാൻ സാധിക്കുന്നതല്ല. ഭൗതിക ജീവിതത്തെ സകലമാന കാര്യങ്ങളും നമുക്ക് ഏകാഗ്രതയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അത് പക്ഷേ ഈ സന്തോഷത്തിന് വിരുദ്ധമാകുന്നത് എന്തിനാ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിലേക്ക് ഏകാഗ്രമായിരിക്കുക. ആ കാര്യം കഴിഞ്ഞ് ഏകാഗ്രത പോയി. ആ കോൺസെൻട്രേഷൻ കൂടെ എന്താണോ നമ്മൾ നിർമ്മിക്കപ്പെടേണ്ടത്, എന്താണോ നമ്മുടെ സങ്കല്പം, അതായത് ആ സങ്കല്പം സമ്പൂർണ്ണമാകുന്നവരെയും ആവശ്യമില്ലല്ലോ. നിരന്തരം അതിൽ മാത്രം മുഴുകിയിരുന്ന് ഏകാഗ്രമായിട്ട് അത് നേടിയെടുക്കുക. അതിനുശേഷം വിട്ടുകളെ പോകണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എൻ്റെ മെമ്മറീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള വറീസ് എല്ലാം നമ്മളിങ്ങനെ സൂക്ഷിക്കണം. നമ്മൾ പ്രസൻറ്റ് ലൈഫ് മറന്നേ പോവും. ഇതേ ഉള്ളൂ അതിൻ്റെ കുഴപ്പം. അല്ലാതെ ഏകാഗ്രതയോ ലോകമോ നേടലോ നഷ്ടപ്പെടലോ ഒന്നും പ്രശ്നമുള്ളതല്ല. ഇപ്പം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആനന്ദാമിൽ വരുന്നതിന് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ മെമ്മറി ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം ഇല്ല എന്നല്ല, പക്ഷെ അത് കുറെ കൂടെ പെട്ടെന്ന് ഓർക്കം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും കുറച്ചുകൂടെ മൂവ് ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം അവിടെ വന്നു കഴിയുമ്പോൾ എന്താ ശരിക്കും അവിടെ സംഭവിക്കുന്ന എന്താണ്? താങ്കൾ പറഞ്ഞ കേട്ടാൽ തോന്നുന്നു ഓർമ്മയെല്ലാം പോയി, മെമ്മറീസ് ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയല്ല, അതായത് മുമ്പുണ്ടായിരുന്ന ഒരു വസ്തുവിൽ കയറി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിന് സ്വഭാവത്തിൽ താങ്കൾക്ക് വിടുതലുണ്ടായി എന്നല്ലേ പറയുന്നത്? കാരണം താങ്കളുടെ ജീവിതത്തിൽ സന്തോഷം തുടങ്ങി. കൂടുതൽ സന്തോഷം കൊണ്ടും പ്രസന്നത കൊണ്ടും താങ്കളുടെ ജീവിതം അറിയാൻ തുടങ്ങുമ്പോൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ മനുഷ്യർ പിടിച്ചിരിക്കുക? മനസ്സിൻ്റെ ഇപ്പം ന്യൂറോൺസ് എല്ലാം നമ്മളൊരു സ്ട്രെസ്സിൻ്റെ പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. തലച്ചോറ് അതുപോലെ ആയിരിക്കും ഫങ്ഷൻ ചെയ്യുക. നമ്മൾ എന്താണോ ആ റേഡിയോ സ്റ്റേഷൻ നമ്മൾ എമിറ്റ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ വറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തകളാണ് നിരന്തരം ഇത് തന്നെ വലിച്ചുകൊണ്ടിരിക്കും. മനസ്സ് അതുമായിട്ട് ഒട്ടിപ്പിടിച്ച് വീണ്ടും വീണ്ടും അതിനെ ഉത്തേജിപ്പിക്കും. അത് തന്നെ പുറത്തും, അത് തന്നെ അകത്തും, അത് തന്നെ ചുറ്റിനും, എല്ലായിടത്തും അത് തന്നെ കാണപ്പെടും. അപ്പോൾ താങ്കൾ ഇപ്പോൾ അതിൽ നിന്ന് വിമുക്തയായി കൂടുതൽ സന്തോഷം, ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സുഖവും ഏകാഗ്രതയൊക്കെ അനുഭവിക്കുന്ന കൊണ്ട് തന്നെ ആ ഒട്ടിപ്പെടുത്തലിൻ്റെ ആവശ്യകത കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ സ്വതന്ത്രയായിക്കൊണ്ടിരിക്കുന്നു. അത് അനന്താമിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്ക്. നമ്മളതിനുള്ള ഊർജ മണ്ഡലം അവിടെ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അപ്പനുണ്ടല്ലോ, അഘോർ, വൈദ്യനാഥ്, മഹാദേവ്. നമ്മുടെ മാനസിക രോഗങ്ങളിൽ നിന്നും, നമ്മുടെ ശാരീരിക രോഗങ്ങളിൽ നിന്നും, നമ്മുടെ മറ്റു വിവിധ കഷ്ടപ്പാടിൽ നിന്നും അപ്പം നമുക്ക് വിടുതൽ തരുന്നു. അതിന് വേണ്ടുന്ന തന്ത്രമണ്ഡലത്തെ, യോഗ മണ്ഡലത്തെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് താങ്കൾക്ക് കിട്ടുന്ന ഗുണം അവിടെ വരുമ്പോൾ. അപ്പം അതുപോലെ ഓരോ ക്ഷേത്രവും ഇങ്ങനെ സ്ഥാപിച്ചപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടാവൂ? അതെ, പ്രകൃതിയായിരുന്നല്ലോ ആദ്യ ക്ഷേത്രം. പിന്നെ മനുഷ്യനെ ഏകാഗ്രത നേടുവാൻ വേണ്ടി മനുഷ്യൻ ഓരോ വിധികളെ സൃഷ്ടിച്ചു. പ്രകൃതിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി, ഊർജ്ജമണ്ഡലങ്ങളെപ്പറ്റി മനസ്സിലാക്കി, അതിന് വേണ്ടുന്ന മന്ത്രങ്ങളെയും അതിന് വേണ്ടുന്നുള്ള യന്ത്രങ്ങളാണല്ലോ ക്ഷേത്രങ്ങൾ, അതിനെയൊക്കെ സൃഷ്ടിച്ച് അവിടെ പോയി മനുഷ്യർക്ക് ഈ പറഞ്ഞ ഈ ലിമിറ്റേഷൻ്റെ അപ്പുറം കിടക്കാൻ, മനുഷ്യൻ്റെ അനന്ത സ്വരൂപത്തെ പ്രാപിക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. ആ സങ്കല്പത്തോടു കൂടി തന്നെയാണ് ഗുരുക്കന്മാർ ആദ്യകാലങ്ങളിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. ഇപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് വിചാരം ചെയ്ത് നോക്കണം. മഹാരാജ്, ഈ മന്ത്രവും യന്ത്രവും തന്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? തന്ത്രം ടെക്നോളജി, മന്ത്രം വൈബ്രേഷൻ, യന്ത്രം അതിൻ്റെ മൂർത്തരൂപം, അതായത് ഫിസിക്കൽ ഫോം. യന്ത്രം, മന്ത്രം, തന്ത്രം ഇതൊന്നും വേറെ വേറെ സാധനമൊന്നുമല്ല. ഒരെണ്ണത്തിൻ്റെ അതിൻ്റെ ആക്ഷൻസ്, ഫങ്ഷനും അതിൻ്റെ വിസിബിലിറ്റി ഒക്കെ വെച്ചിട്ട് മൂന്നായിട്ട് പറയുന്നു എന്ന് വേണേൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അറിയണ്ടേ? കുറേ ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിട്ടൊന്നും എടുക്കാനാണ്. അല്ല, ഈ മന്ത്രത്തിന്റെ ഒരു ഇപ്പൊ പറഞ്ഞൊരു ഫിസിക്കൽ ഫോം ആണോ ശരിക്കും യന്ത്രമായിട്ട് അത് വരുന്നത്? മന്ത്രത്തിൻ്റെ ആലേഖിത രൂപം എന്ന് പറയാം. യന്ത്രം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാൻസ്ട്രീ യന്ത്രമൊക്കെ വീട്ടിൽ വെക്കില്ലേ, അതുപോലെ പ്രതിഷ്ഠകളെ യന്ത്രങ്ങൾ തന്നെ പറയാം. ദൈവപ്രതിഷ്ഠകളുണ്ടല്ലോ, ഓരോ സങ്കല്പത്തിലോടുകൂടി മന്ത്രത്തോടുകൂടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണല്ലോ നമ്മൾ ഈ ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ക്ഷേത്രം, ആ അളവ്, ശരീരം, ആ ദൈവശരീരം അവിടെ
അതിൽ പുറപ്പെടുന്ന ഊർജം അത് ശരിയായ രീതിയിൽ താന്ത്രിക വൃത്തി കൊണ്ട് അതിനെ നിലനിർത്തണം. അതൊക്കെ വലിയ മഹത്തായ കാര്യങ്ങളാണ്. ഇപ്പം ഞാനതിനെ പലപ്പോഴും നിഷേധിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിൻ്റെ മഹത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളതിനെ മനസ്സിലാക്കണില്ല. ദേവൻ രക്ഷിച്ചോളും, ദൈവം രക്ഷിച്ചോളും, ഈശ്വരൻ രക്ഷിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുക. ആരും രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഇതുകൊണ്ട് നീ നിന്നെ സ്വയം രക്ഷിക്കുക. നീ നിന്നിലെ നിൻ്റെ സ്വരൂപത്തെ ഉണർത്തുക. അതേത് ദേവതാരൂപങ്ങളിലും ഉണർത്തിയാലും പരമതത്വത്തിലുമ്പോൾ നീ പരബ്രഹ്മസ്വരൂപം തന്നെ അയച്ചു അല്ലേ? എല്ലാത്തിനും പറയുമല്ലോ, ദേവിയുടെ ശ്ലോകം ചെല്ലുമ്പോഴും കേൾക്കാമല്ലോ, പരബ്രഹ്മസ്വരൂപിണി അല്ലേ? ശിവനെ പറ്റിയാണെങ്കിലും വിഷ്ണുവിനെ പറ്റിയാണെങ്കിലും നമ്മൾ ഗണേശനെ പറ്റിയാണെങ്കിലും എല്ലാം പരബ്രഹ്മസ്വരൂപമാണെന്നല്ലേ പറയുന്നത് അല്ലേ? എല്ലാ സമ്പൂർണ്ണതയാണ് പരബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ആ പരബ്രഹ്മമാണ് എൻ്റെ സ്വരൂപം. ആ സ്വരൂപത്തിൻ്റെ പൂർണ്ണരൂപത്തിന് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ആ ക്ഷേത്രങ്ങൾ. അതിനു വേണ്ടിയുള്ള നിൻ്റെ എന്താ പറയുക കോഡുകളൊക്കെ നിങ്ങൾ ഫിസിക്സിൽ ഈ ഓരോന്നൊക്കെ എഴുതി വെക്കുമല്ലോ. എന്താ പറയുന്നത്, എന്തായി പറയുന്നത്, നിങ്ങളുടെ തിയറംസ് ഒക്കെ ഇങ്ങനെ ഓരോ പയ്യും അതും ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കില്ലേ? ഫോമുലേ. ആ ഫോമുലയാണ് മന്ത്രം. അതിന് വേണ്ടിയുള്ള ഫോമുല അതിന് ഉണർത്തി വെക്കാം. അപ്പം ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ സമ്പൂർണ്ണതയെ ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രത്തെയാണ് നമ്മൾ തന്ത്രശാസ്ത്രം എന്ന് വിളിക്കുക. ആ തന്ത്രം മനസ്സിൻ്റെ മാർഗം, യോഗം ബോധത്തിൻ്റെ മാർഗമാണ്. ആദ്യകാലത്ത് ബുദ്ധിയിലൂടെ, ബോധത്തിൻ്റെ പ്രാണമാർഗത്തിലൂടെ കിടക്കും. ഈ രണ്ടും കൂടെ ചേരുന്നതാണ് തന്ത്രയോഗം അഥവാ അഘോരതന്ത്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടും ഉണ്ട് അതിനകത്ത്. അതായത് തന്ത്രവുമുണ്ട്, യോഗമുണ്ട്. ഒരു മാർഗത്തെ മാത്രമല്ല, ലോജിക്കുണ്ട്, അതിൻ്റെ ഡിവോഷനും ഉണ്ട്. അതിൻ്റെ സമ്പൂർണ്ണത കൾമിനേഷനെയാണ് നമ്മളതിനെ അഘോരതന്ത്രം എന്ന് വിളിക്കുന്നത്.